മലയാളികളായ ദമ്പതികളെയും യുവതിയെയും അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനി ആര്യ, കോട്ടയം മീനടം സ്വദേശികളായ നവീൻ, ദേവി എന്നിവരെയാണ് ഇറ്റാനഗറിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരണം ബ്ലാക്ക് മാജിക് ദുരന്തമെന്ന സംശയമെന്ന ബന്ധു കൂടിയായ സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു. മരണാനന്തര ജീവിതത്തെപ്പറ്റി നവീൻ ഇന്റർനെറ്റിൽ തിരഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേർന്നുണ്ട്. ചന്തു, ഒരുപക്ഷേ നിലവിൽ ചില ദുരൂഹതകൾ പുറത്തുവരികയാണ്, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഈ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഏറെ നിലനിൽക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഈ 3 പേരും മരിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവിന് സമീപം ഉള്ള ഈ ആര്യയുടെ വീട്ടിലാണ്. ഈ ആര്യ ഈ വീട്ടിൽ നിന്നാണ് സ്വകാര്യ സ്കൂളിലെ അധ്യാപികയാണ്. അധ്യാപിക എന്ന നിലയിൽ അവർ ഈ വീട്ടിൽ നിന്നാണ് ജോലിക്ക് പോയത്. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. തുടർന്ന് അന്ന് വരാത്തതിനെ തുടർന്ന് പിതാവ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇന്ന് ഈ നാടിനെ തന്നെ ഞെട്ടിച്ച ഈ ദുരന്ത വാർത്ത ഇവിടെ വീട്ടുകാർ അറിയുന്നത്. ഈ നാട്ടുകാർക്കൊന്നും ഇതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല. മാധ്യമങ്ങൾ ഇവിടെ എത്തിയപ്പോൾ മാത്രമാണ് അവർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നാട്ടുകാരടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ എന്തെങ്കിലും മോശം അഭിപ്രായങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഈ വീട് തന്നെ ഇവിടെ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. നേരത്തെ ഈ കുട്ടിയുടെ അച്ഛൻ, ആര്യയുടെ അച്ഛന്റെ അച്ഛൻ ഒക്കെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ നാട്ടുകാർക്ക് ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നാട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയില്ല. ഈ സ്കൂളിലേക്കെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോവുകയും പിന്നീട് ആര്യയെ കാണാതാവുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ കോട്ടയം മീനടം സ്വദേശികളായ നവീനും ദേവിയും ഉൾപ്പെടെ ഈ 3 പേരുമായിട്ട് ആസാമിലേക്ക്, ഗുവാഹത്തിയിലേക്ക് വിമാനമാർഗം എത്തിയതായി മനസ്സിലാക്കാൻ കഴിയുന്നു. അത് വട്ടിയൂർക്കാവ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഇവർ 3 പേർ ഒരുമിച്ചാണ് പോയതെന്ന് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് പോലീസ് പരിശോധിച്ച് വരുന്നതിനിടെയാണ് ഈ ഇറ്റാനഗറിലെ ഹോട്ടലിൽ ഈ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ ചോര വാർന്ന് ഇവർ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഒരു ആത്മഹത്യാ കുറിപ്പും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് സന്തോഷമായി ജീവിച്ചു, ഞങ്ങൾ മടങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. എന്തിനു മരിച്ചെന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും വ്യക്തമല്ല. പ്രധാനമായും ഈ ദേവിയുടെ ബന്ധു, ദേവിയും നവീനുമാണ് കോട്ടയം മീനടം സ്വദേശികളായിട്ടുള്ളത്. ദേവിയുടെ ബന്ധു സൂര്യകൃഷ്ണമൂർത്തി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതൊരു ബ്ലാക്ക് മാജിക്കിനെ തുടർന്നുണ്ടായ ഒരു മരണമാണോ എന്ന് പരിശോധിക്കണം. അത്തരത്തിലൊരു ബ്ലാക്ക് മാജിക് ഏതെങ്കിലും തരത്തിൽ ഇവരെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. കാരണം അതിൽ പ്രധാനമായും അദ്ദേഹം പറയാനുണ്ടായ കാരണം ഈ നവീനിന്റെ ഫോണിൽ നിന്നും ഇവരുടെ സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അതിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അന്വേഷിച്ചതായൊക്കെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ആ കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. ഈ ബ്ലാക്ക് മാജിക് സ്വാധീനം കൊണ്ടാണോ ഈ ഇവർ മരണത്തിലേക്ക് പോയത്, ആ ഒരു മാർഗം സ്വീകരിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടത്. എന്നാൽ ബന്ധുക്കൾ ഇതുവരെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. നാട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിൽ ഒന്നും വ്യക്തതയുമില്ല. അപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവ് പോലീസിൽ തന്നെ ഈ ഇറ്റാനഗറിൽ ഇവരെ മൃതദേഹം കണ്ടെത്തിയ ഇറ്റാനഗറിലേക്ക് എത്തും. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരിക. ചന്തു, എടുത്തു പറയേണ്ട കാര്യം, ഇത്തരത്തിൽ നേരത്തെ ആര്യയുടെ കുടുംബം കാണാനില്ല എന്നുള്ളൊരു പരാതി നൽകിയിരുന്നു. എന്നിരുന്നാൽ കൂടിയും നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണം ഈ അരുണാചൽ പ്രദേശ് കേന്ദ്രീകരിച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇവിടെയുള്ള പോലീസ് ശേഖരിക്കുന്നുണ്ടോ? വിഷ്ണു, ഇതിൽ പ്രധാനമായും ആര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ അച്ഛൻ നൽകിയ ആ പരാതിയിലായിരുന്നു വട്ടിയൂർക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നത്. അവരുടെ അന്വേഷണത്തിലാണ് ഈ ആര്യയുടെ ഫോൺ നമ്പറൊക്കെ പരിശോധിച്ചപ്പോൾ ഇവർ നിരന്തരം നേരത്തെ ആര്യയോടൊപ്പം ജോലി ചെയ്തിരുന്നതാണ് ദേവി. അപ്പോൾ അവർ നിരന്തരം സംസാരിക്കാറുണ്ട്, ഫോണിൽ സംസാരിക്കാറുണ്ടെന്നൊക്കെ മനസ്സിലായത്. അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളമൊക്കെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ പരിശോധന നടന്നു. തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഇവർ 3 പേരും തിരുവനന്തപുരത്ത് നിന്നും വിമാനമാർഗം ആസാമിലേക്ക്, ഗുവാഹത്തിയിലേക്ക് പോയതായി മനസ്സിലാക്കുന്നത്. ഇൻഡിഗോ വിമാനത്തിൽ ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തതായി മനസ്സിലാക്കുന്നു. തുടർന്ന് ഈ 3 പേരെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടന്നു. പക്ഷേ കോട്ടയത്ത് ഇതുവരെ ഈ ദേവിയെയും ഭർത്താവിനെയും കാണാനില്ല എന്ന തരത്തിലൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടില്ല. കാരണം അവർ ടൂർ പോകുന്നു എന്ന് പറഞ്ഞാണ് അവിടെ നിന്നും പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആര്യ സ്കൂളിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു പോയി. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് പിതാവ് ഈ പരാതി നൽകാൻ ഇടയായത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ ഈ വീട്ടുകാരെ
അറിയിക്കാനുള്ള നമ്പരൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ബന്ധുക്കളെയും പോലീസിനെയും ഒക്കെ അവിടെ നിന്നും അവിടുത്തെ പോലീസ് ഈ കാര്യങ്ങൾ വിളിച്ചറിയിക്കുന്നത്. എന്തായാലും ഇറ്റാനഗർ പോലീസ് ഇപ്പോൾ ഈ അരുണാചൽ പ്രദേശ് പോലീസും ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കേസ് ഈ ആര്യയുടെ കേസ് ഇവിടെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ CI അരുണാചൽ പ്രദേശിലേക്ക് ഇന്ന് വൈകിട്ട് തന്നെ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ സംയുക്തമായി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏത് തരത്തിലാണ് അവിടെ അവർ റൂം എടുത്ത മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് കാരണമെന്ന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലേക്കുള്ള അന്വേഷണം സ്വാഭാവികമായും നീളം ഈ വട്ടിയൂർക്കാവ് പോലീസ് അരുണാചൽ പോലീസുമായി സംസാരിച്ചതിന് ശേഷം ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തും. എന്തായാലും നാളെയായിരിക്കും മൃതദേഹം അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരിക. വിഷ്ണു.